ഹലോ എവ്രി വൺ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ സെക്കൻഡ് സെഷനാണിത്. നമ്മൾ ലാസ്റ്റ് ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റികൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തക്ഷശില യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടാക്സില യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് നളന്ദ. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റി റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ഉള്ള വേൾഡിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. അതായത് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും താമസിക്കാൻ ഉള്ള ക്വാർട്ടേഴ്സ് ഉള്ള ആദ്യത്തെ വേൾഡിലെ യൂണിവേഴ്സിറ്റിയാണ് നളന്ദ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് രാജ്ഗൃഹ പാറ്റ്നയിലാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ്റെയൊക്കെ ഭാഗമായിട്ട് പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയുടെ പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. ഓക്കെ, സോ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രസൻറ്റ് ലൊക്കേഷൻ ഇസ് രാജ്ഗൃഹ പാറ്റ്ന. ഓക്കെ, ഇറ്റ് ഹാഡ് എ റിനൗണ്ട് ലൈബ്രറി കോൾഡ് ധർമ്മഗഞ്ച. അപ്പോൾ ഇതിനകത്തൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ പേരാണ് ധർമ്മഗഞ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നളന്ദ ഒരു ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ്. അതായത് ബുദ്ധിസം പഠിപ്പിക്കുന്ന ഒരു സെൻറ്റർ കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഇവിടെ അഡ്മിഷൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ദ്വാർ പാണ്ഡി എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ ഡിസ്ട്രോയ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ ഡിസ്ട്രക്റ്റ് ചെയ്തത് ബക്തിയാർ ഖിൽജിയാണ് ഈ യൂണിവേഴ്സിറ്റി നശിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, ഐഡിയ ടു റിവൈവ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ APJ ഇൻ 2006. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞല്ലേ ബക്തിയാർ ഖിൽജി. അപ്പോൾ ഇതിനെ റിവൈവ് ചെയ്യാനുള്ള ഒരു ഐഡിയ നമ്മുടെ പ്രസിഡൻ്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2006. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നളന്ദ യൂണിവേഴ്സിറ്റിയെ റിവൈവ് ചെയ്യാനുള്ള ഐഡിയ പ്രപ്പോസ് ചെയ്തത് APJ അബ്ദുൽ കലാം ആണ്. 2006 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ് വല്ലഭി എന്ന് പറയുന്നത്. എഗെയിൻ ഇതും എന്താണ്, ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് തന്നെയാണ്. ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്ന ബുദ്ധിസത്തിലെ തന്നെ ഒരു ഫോമാണ് അല്ലേ, ബുദ്ധിസത്തിലെ തന്നെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഹീനയാന ബുദ്ധിസം എന്നൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. നളന്ദയും വല്ലഭിയും എന്താണ്, ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, രണ്ട് യൂണിവേഴ്സിറ്റികളും ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, നളന്ദയുടെ ഒരു കോമ്പറ്റീറ്ററാണ്. അതായത് നളന്ദയായിട്ട് ടൈറ്റ് കോമ്പറ്റീഷനുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു വല്ലഭി എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സൗരാഷ്ട്ര, പ്രസൻറ്റ് ഡേ ഗുജറാത്ത്. അതായത് ഇപ്പോൾ ഗുജറാത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ അത് ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഇസ് വിക്രംശില ഇസ് ഫേമസ് ഫോർ ടീച്ചിങ് ഓഫ് മഹായാന ബുദ്ധിസം. അപ്പോൾ ഇതും ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കാം. സ്കോളേഴ്സ് ലൈക്ക് രഘുനന്ദൻ, ശ്രീ ചൈതന്യ വെർ അസോസിയേറ്റഡ് വിത്ത് ദിസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്കോളേഴ്സ് ആരൊക്കെയാണ്, രഘുനന്ദൻ, ശ്രീ ചൈതന്യ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയും ഓർത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അത് ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ഇതിലേതാണ് ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് അല്ലാത്തത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടതിൽ 3 യൂണിവേഴ്സിറ്റികൾ നമ്മളിപ്പോൾ ബുദ്ധിസ്റ്റ് സെൻറ്റർ കണ്ടു അല്ലേ, നളന്ദ, വിക്രംശില, അതുപോലെ തന്നെ വല്ലഭി. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഓദന്തപുരി എന്ന് പറയുന്നത് ടിബറ്റിൽ നിന്നുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്താണ്. അപ്പോൾ ടിബറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതും ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ജഗദ്ദല യൂണിവേഴ്സിറ്റിയും ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ്. പിന്നെ മിഥില എന്ന് പറയുമ്പോൾ തന്നെ അതറിയാം, അതൊരു ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നാദിയ എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് പേരുകൾ നോട്ട് ചെയ്ത് പോയാൽ മതി, അത്ര ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നാദിയ യൂണിവേഴ്സിറ്റിക്ക് 3 സെൻറ്റേഴ്സ് ആണുള്ളത്, നവദ്വീപ്, ശാന്തിപൂർ ആൻഡ് ഗോപാൽപുര. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബുദ്ധിസ്റ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ജഗദ്ദല, ഓദന്തപുരി, വിക്രംശില, വല്ലഭി, നളന്ദ. ഓക്കെ, പിന്നെ അതിൽ തന്നെ മിഥില ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളൊന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ നാദിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന് 3 സെൻറ്റേഴ്സ് ആണുള്ളത്, നവദ്വീപ്, ശാന്തിപൂർ ആൻഡ് ഗോപാൽപുര. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഉജ്ജയിൻ. ഇത്
സെക്കുലർ ലേണിങ്ങിന് ഫേമസ് ആയിട്ടുള്ള, നമ്മൾ ഇത്രയും കണ്ട യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് ബുദ്ധിസ്റ്റ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യൂണിവേഴ്സിറ്റി പോകുന്നത്. പക്ഷേ നമ്മൾ ഉജ്ജയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടി സെക്കുലർ ലേണിംഗ് ആണ്, അതായത് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലേണിംഗ് അല്ല. അപ്പോൾ ഒരു സെക്കുലർ ലേണിംഗ് ആണ്. അവിടെ തന്നെ മാത്സും ആസ്ട്രോണോമിയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. മാത്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സെക്കുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ മാത്സും ആസ്ട്രോണോമിയും ഒക്കെ പഠിപ്പിക്കുന്ന കുറച്ചും കൂടെ സെക്കുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഷലോത്കി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് കർണാടകയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ കർണാടകയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷലോത്കി ആണ് എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ തമിഴ്നാട്ടിലുള്ള ഒരു ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ് 8000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോമപുര എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ലൊക്കേറ്റഡ് ഇൻ പ്രസൻറ്റ് ഡേ ബംഗ്ലാദേശ്. അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ് സോമപുര എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷലോത്കിയും 8000ഉം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റി എല്ലാം കവർ ചെയ്തു. ഇനി നമ്മൾ ഇൻഡിപെൻഡൻസിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡിപെൻഡൻസിന് മുന്നേ ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ്റെ ഒരു സംവിധാനം, അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഓർഡറിൽ ഓർത്തിരിക്കണം. അപ്പോൾ ഓർഡർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ചാർട്ടർ ആക്ട് ആണ് 1813. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുക്കുന്ന ചാർട്ടറാണ്. അതായത് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ട് രാജ്ഞി അനുവാദം കൊടുത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടർ കൊടുക്കും. ഇത് ഓരോ 20 വർഷം കഴിയുമ്പോഴും പുതുക്കും. അപ്പോൾ 1813 ഒരു ചാർട്ടർ പ്രകാരം കുറച്ച് കാര്യങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാർട്ടർ ആക്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഓക്കെ. ഒരുപാട് ചാർട്ടർ ആക്ട് ഉണ്ട്. നമുക്ക് 1813 എന്ന് പറയുന്ന ചാർട്ടർ ആക്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം അതിനകത്ത് മാത്രമാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ചാർട്ടർ ആക്ട് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചാർട്ടർ ആക്ട് 1813 ഇതിനകത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ബ്രിട്ടീഷുകാരാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത്, 1813 ആണല്ലേ. അപ്പോൾ ഈ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ ചാർട്ടർ ആക്ട് 1813 മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? സ്പ്രെഡ് സയൻറ്റിഫിക് നോളജ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സയൻറ്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവർ സജസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് എന്തായിരുന്നു? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ്. അതായത് ഏറ്റവും ടോപ്പ് ലെയറിന് കുറച്ച് പേർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരടുത്ത ലെയറിനെ പഠിപ്പിക്കുക, അടുത്ത ലെയറിനെ പഠിപ്പിക്കുക. അതായത് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആദ്യം പഠിപ്പിക്കുക, എന്നിട്ട് അവർ അടുത്ത ആളുകളെ പഠിപ്പിക്കുക. അങ്ങനെ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി മെത്തേഡാണ് യൂസ് ചെയ്തിരുന്നത്. അവർ യൂസ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സയൻറ്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചാർട്ടർ ആക്ട് 1813 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാർട്ടർ ആക്ട് 1813 എന്ന് തന്നെ ഓർക്കണം. ആ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ചാർട്ടർ ആക്റ്റുകൾ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 1813 മാത്രമാണ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചാർട്ടർ ആക്ട് 1813 എന്നുള്ളത് ഇയർ സഹിതം തന്നെ ഓർത്തിരിക്കണം. ഓക്കെ. പിന്നെ ഈ ചാർട്ടർ ആക്ട് 1813 ഭാഗമായിട്ടാണ് 1817 ഹിന്ദു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൽക്കട്ടയിൽ. ആരാണത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? രാജാറാം മോഹൻ റോയ് ആണ്. പിന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ആ ഒരു സോഷ്യൽ റിഫോമർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജാറാം മോഹൻ റോയ് ആണ്. മറ്റുള്ള ഇന്ത്യക്കാരൊക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ എതിർത്തെങ്കിലും രാജാറാം മോഹൻ റോയ് മാത്രമാണ് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സ്വദേശി മൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണ്. എല്ലാം സ്വദേശിവൽക്കരിക്കുക, അതായത് ഇന്ത്യയുടെ തനതായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതായത് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വദേശി മൂവ്മെൻ്റ് ഒക്കെ വരുന്നത് അല്ലേ. നമ്മുടെ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക, ഇപ്പോൾ ചർക്കയും പിന്നെ അതുപോലെ തന്നെ ഖാദി ഒക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ
കാര്യങ്ങളെ നമ്മൾ അവർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ എതിർക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അതിൽ രാജാറാം മോഹൻ റോയ് മാത്രമാണ് ഇന്ത്യയിലെ സോഷ്യൽ റിഫോമേഴ്സിൽ ഒരാൾ അല്ലേ. രാജാറാം മോഹൻ റോയ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നല്ലതാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തത് രാജാറാം മോഹൻ റോയ് മാത്രമാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആണ് കൽക്കട്ടയിൽ 1817 ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നത്. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. 1817 ഹിന്ദു കോളേജ് കൽക്കട്ടയിൽ രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് പിന്നീട് പ്രസിഡൻസി കോളേജായി 1855 ഡേറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹിന്ദു കോളേജ് 1817 എസ്റ്റാബ്ലിഷ് ചെയ്ത കൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഹിന്ദു കോളേജ് 1855 അതായത് 1855 പ്രസിഡൻസി കോളേജായി മാറി. 2010 അത് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആയി. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ചാർട്ടർ ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് 3 സാൻസ്ക്രിറ്റ് കോളേജുകളും സ്ഥാപിച്ചു. ഓക്കെ, എവിടെയൊക്കെയാണ്? കൽക്കട്ട, ഡൽഹി, ആഗ്ര. കൽക്കട്ട, ഡൽഹി, ആഗ്ര എന്നീ 3 സ്ഥലങ്ങളിൽ സാൻസ്ക്രിറ്റ് കോളേജുകൾ സ്ഥാപിച്ചു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ ചാർട്ടർ ആക്ട് പ്രകാരം ഈ 1813 ചാർട്ടർ ആക്ട് പ്രകാരം ഒരു നിശ്ചിത തുക എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എഡ്യൂക്കേഷൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ ചാർട്ടർ ആക്ട് 1813 വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തതാണ് എൽഫിൻസ്റ്റൺ റിപ്പോർട്ട് 1823. ഇത് ചിലപ്പം ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനൊരു വഴി പറഞ്ഞുതരാം. ചാർട്ടർ ആക്ട്, ഒരു ചാർട്ട് പേപ്പർ ഓർത്തിരിക്കുക. ഒരാളൊരു വലിയ ചാർട്ട് പേപ്പറിൽ ഒരു കാര്യം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അയാൾ എവിടെയാണ് ഇരിക്കുന്നത്? ഒരു എലഫൻറ്റിൻ്റെ പുറത്താണ്, ഒരു ആനയുടെ പുറത്താണ്. അപ്പോൾ വലിയൊരു ചാർട്ട് പേപ്പറുമായിട്ട് ഒരാൾ ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന ഒരു പിക്ചർ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം ഏതാണ് വന്നത്? ചാർട്ടർ ആക്ട്. ഓക്കെ, ചാർട്ട് പേപ്പർ, ചാർട്ടർ ആക്ട്. പിന്നെ എലഫൻറ്റിൻ്റെ പുറത്തിരിക്കുന്ന ഇമേജ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതെന്താണ്? എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. അപ്പോൾ 1823 stressed on the need for establishing schools for teaching English and European science subjects. അതായത് യൂറോപ്യൻ സയൻസ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷും പഠിപ്പിക്കാനുള്ള സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത സ്ട്രെസ് ചെയ്തു. ഏത്? എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. ബിഗിനിങ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉന്നത എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് എൽഫിൻസ്റ്റൺ റിപ്പോർട്ട് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ ചാർട്ടർ ആക്ട് കണ്ടു, അത് കഴിഞ്ഞിട്ട് എൽഫിൻസ്റ്റൺ റിപ്പോർട്ട് കണ്ടു. അപ്പോൾ ഓർത്തിരിക്കാനുള്ള കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർട്ട് പേപ്പറുമായിട്ട് ഒരാൾ എലഫൻറ്റിൻ്റെ പുറത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഈ എലഫൻറ്റിൻ്റെ പുറത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? ലോർഡ് മെക്കോളയുടെ മിനിറ്റാണ്. അതായത് ലോർഡ് മെക്കോളെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ മീറ്റിങ്ങിലാണല്ലോ നമ്മൾ മിനിറ്റ്സ് എഴുതുക. അപ്പോൾ ലോർഡ് മെക്കോളയുടെ മിനിറ്റ്സ് ആണ് ഈ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻഫേമസ് ആണ് അല്ലേ. അതായത് ഇതിനകത്ത് ഇന്ത്യക്കാരെ ഒരുപാട് ഇകഴ്ത്തുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ലോർഡ് മെക്കോളെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1-2 കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് അത് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എക്സ്ട്രാ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ലോർഡ് മെക്കോളെ പറയുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടത് ഇന്ത്യൻസ് ഇൻ ബ്ലഡ് ആൻഡ് ബ്രിട്ടീഷ് ഇൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബ്ലഡിൽ, അതായത് രക്തത്തിൽ ഇന്ത്യക്കാരും എന്നാൽ ഭാഷ കൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ആളുകളെയാണ് വേണ്ടതെന്ന്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറച്ച് ആളുകളെയാണ് നമുക്ക് വേണ്ടത്. എന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ ജോലിയൊക്കെ ചെയ്യാൻ അവർക്ക് ഭാഷ അറിയണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബ്ലഡിൽ ഇന്ത്യക്കാരും എന്നാൽ ഭാഷ കൊണ്ട് ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ആളുകളാവണം. എന്താണ് ഭാഷ കൊണ്ട് ഇംഗ്ലീഷുകാരാവണം എന്ന് പറയുന്നത്? ഭാഷ അറിഞ്ഞാലല്ലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭാഷ കൊണ്ട് ഇംഗ്ലീഷുകാരായിട്ടുള്ള എന്നാൽ ബ്ലഡ് കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത് ലോർഡ് മെക്കോളയാണ്. അത് വളരെ ഇൻഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇതുപോലത്തെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ലോർഡ് മെക്കോളെ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ മുഴുവൻ ലൈബ്രറി എടുത്തിട്ടുണ്ടെങ്കിലും യൂറോപ്പിലെ ഒരു ലൈബ്രറിയുടെ ഒരു റാക്ക് പോലും തികയില്ല. അതായത് ഇന്ത്യയിലെ മുഴുവൻ പുസ്തകങ്ങൾ എടുത്താലും
യൂറോപ്പിലെ ഒരു റാക്കിൻ്റെ അത്രയും പോലും വരില്ല എന്ന്. അതായത് ഈ യൂറോപ്പിൻ്റെ പുസ്തകങ്ങൾ അത്രയും അധികം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അറിവ് അത്രത്തോളം ഉണ്ട്. ഇന്ത്യക്കാരുടെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്പിലെ ഒരു ലൈബ്രറിയിൽ ഒരു റാക്കിൻ്റെ അതിന് ഫുൾ വെക്കാൻ പോലും ഉണ്ടാവില്ല എന്നുള്ളതും പറഞ്ഞത് ആര് തന്നെയാണ്? ലോർഡ് മെക്കോളയാണ്. അതായത് ഇന്ത്യക്കാരുടെ അറിവിനെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോർഡ് മെക്കോളെ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് പോകേണ്ട ഒരു ഫിഗറാണ്. ഓക്കെ, പിന്നെ 1835 ലോർഡ് മെക്കോളയുടെ മിനിറ്റ്സ് വരുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ലോർഡ് മെക്കോളയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഇന്ത്യക്കാരെ വേണം, അതുകൊണ്ട് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, മെക്കോളെ വാണ്ടഡ് ടു ബിൽഡ് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് വാസ് സെക്യുലർ, സയൻറ്റിഫിക്, ഫ്രീ ഓഫ് ഏജ് ഓൾഡ് പ്രിജുഡിസസ്. അതായത് മെക്കോളേക്ക് ആവശ്യം ഉണ്ടായിരുന്ന എങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്? സെക്യുലറായ, സയൻറ്റിഫിക് ആയ, ഈ ഏജ് ഓൾഡ് പ്രിജുഡിസസ്. എന്താണ് ഏജ് ഓൾഡ് പ്രിജുഡിസസ്? അതായത് കുറേ കാലപ്പഴക്കമുള്ള ചില മുൻവിധികളുള്ള തരത്തിലുള്ള എഡ്യൂക്കേഷനിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു തരം എഡ്യൂക്കേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് ലോർഡ് മെക്കോളേസ് മിനിറ്റിൽ പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോർഡ് മെക്കോളയെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ആശയം ഒരു തരത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യ പോലുള്ള ഇത്രയും വൈവിധ്യം, പ്രത്യേകിച്ച് ഭാഷയിലും, കൾച്ചറിൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം, ഭാഷയിൽ ഇത്രത്തോളം വൈവിധ്യമുള്ള ഒരു രാജ്യത്തിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇല്ല അല്ലേ. പല സംസ്ഥാനത്തും പല ഭാഷയാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. അതായത് സൗത്ത് ഇന്ത്യയിലുള്ള ഭാഷകൾ പരസ്പരം കുറച്ചെങ്കിലും കണക്ഷൻ ഉണ്ട്. അപ്പോൾ നോർത്തും സൗത്തും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അന്തരമുള്ള ഭാഷകളാണ് അല്ലേ. അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു കോമൺ ബൈൻഡിങ് ലാംഗ്വേജ് വന്നത് ആ രാഷ്ട്രത്തിൻ്റെ ഫ്രീഡത്തിന് ഒരുപാട് ഫ്രീഡം ലഭിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടെ യുണൈറ്റഡ് ആവാൻ, പ്രത്യേകിച്ച് ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇന്ത്യക്ക് കുറച്ചും കൂടെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലോർഡ് മെക്കോളയൊക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് നല്ല കാര്യമാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വുഡ്സ് ഡിസ്പാച്ച് 1854. അപ്പോൾ നമ്മൾ കോഡ് ഓർത്തിരിക്കുക. ഒരു ചാർട്ട് പേപ്പർ പിടിച്ചിരിക്കുന്ന ആൾ എലഫൻറ്റിൻ്റെ പുറത്താണ്. ഈ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ടുള്ളത് ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. അത് ഓർത്തിരിക്കാൻ എന്താണ്? ഈ ആന വരുന്നത് എവിടെ നിന്നാണ്? ഒരു കാട്ടിൽ നിന്നാണെന്ന് ഓർക്കുക. വുഡ്സ് അല്ലേ, വുഡ്സ് എന്ന് പറയുമ്പോൾ കാട് എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് പോളിസി മെഷർ റിഗാർഡിങ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് പോളിസിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച് ആണ്. പിന്നെ ഈ വുഡ്സ് ഡിസ്പാച്ച് ആണ് 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തത്. ഏതൊക്കെയാണ് ആ 3 യൂണിവേഴ്സിറ്റികൾ? മദ്രാസ്, കൽക്കട്ട ആൻഡ് ബോംബെ എന്നാണിത് സെറ്റപ്പ് ചെയ്തത്. 1857 എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ച് 1854 1857 ഈ 3 യൂണിവേഴ്സിറ്റികൾ സെറ്റപ്പ് ചെയ്തു അല്ലേ. ഏതൊക്കെയാണ്? മദ്രാസ്, കൽക്കട്ട ആൻഡ് ബോംബെ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് സെറ്റപ്പ് ഇൻ ഓൾ പ്രൊവിൻസസ്. എല്ലാ പ്രവിശ്യകളിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്തു. ഏതിൻ്റെ ഭാഗമായിട്ടാണ്? വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ 1849 ബെത്തൂൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? JED ബെത്തൂൻ. എവിടെയാണ്? കൽക്കട്ടയിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എഡ്യൂക്കേറ്റ് വിമൻ, സ്ത്രീകളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1849 ബെത്തൂൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. JED ബെത്തൂൻ. അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അതുപോലെ പൂസ, ബീഹാറിലെ പൂസയിൽ ഒരു അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അതുപോലെ റൂർക്കിയിൽ ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിച്ചു. അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ പറയുന്ന വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ സ്പ്രെഡിങ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫസ്റ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ആണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് വുഡ്സ് ഡിസ്പാച്ച്. കുറച്ച് അധികം കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഡറിൽ ഓർത്തിരിക്കുക. ചാർട്ട് പേപ്പർ അല്ലേ, ചാർട്ടർ ആക്ട് 1813. പിന്നെന്തായിരുന്നു, എലിഫൻറ്റിൻ്റെ പുറത്താണെന്നല്ലേ, എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. പിന്നെന്തായിരുന്നു, ഈ ചാർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്തായിരുന്നു, മെക്കോളേസ് മിനിറ്റ്സ് ആണ് അല്ലേ, അപ്പോൾ ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ്. ഇനി ഈ എലിഫൻ്റ് എവിടെ നിന്നാണ് വരുന്നത്, കാട്ടിൽ നിന്ന് അല്ലേ, വുഡ്സ് ഡിസ്പാച്ച്. അപ്പോൾ 4 കാര്യങ്ങളും കറക്റ്റായിട്ട് ഓർത്തിരിക്കാമല്ലോ, മറന്നുപോലല്ലോ. അടുത്തത് ഹണ്ടർ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് 1882 to 1883. ഓക്കെ, അപ്പോൾ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇന്ത്യ ചരിത്രത്തിൽ മറ്റൊരു ഹണ്ടർ കമ്മീഷനും കൂടി ഉണ്ട്. അതായത് ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള കമ്മീഷൻ്റെ പേരും ഹണ്ടർ കമ്മീഷനാണ്. അത് വേറെ ഹണ്ടർ കമ്മീഷനാണ്. അതും ഇതും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, അപ്പോൾ ഇത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഹണ്ടർ കമ്മീഷനാണ്. 1882 to 1883 ആണ്. ഓക്കെ, എന്തിനാണ് ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്? ടു ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്. നമ്മൾ നേരത്തെ കണ്ട വുഡ്സ് ഡിസ്പാച്ചിൻ്റെ പ്രോഗ്രസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഗിവൺ ടു മുനിസിപ്പൽ ആൻഡ് ലോക്കൽ ബോർഡ്സ്. അതായത് ഇവർ കുറേ അധികം റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ഏറ്റവും ബേസിക് ലെവലിലുള്ള എഡ്യൂക്കേഷൻ, അതിന് മുനിസിപ്പൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡിക്ക് അതിനുള്ള ചുമതല കൊടുക്കണം. അതായത് അത് സെൻട്രൽ ബോഡി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അത് അതത് ലോക്കൽ ബോഡികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് റെക്കമെൻഡ് ചെയ്തത് ഹണ്ടർ കമ്മീഷനാണ്. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 4ാം ക്ലാസ് ഒരു 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണല്ലേ. അപ്പോൾ അതിൻ്റെ ചുമതല ആർക്കായിരിക്കണം എന്നാണ് പറയുന്നത്, അതത് ലോക്കൽ ബോഡിക്ക്. ഇനി സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 8ാം ക്ലാസ് മുതലുള്ള മുകളിലോട്ടുള്ള ക്ലാസ് ആണല്ലേ. അപ്പോൾ അതിനകത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുക. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്തിനായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്? കുറച്ചും കൂടെ മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നല്ലതാണ് അല്ലേ. അപ്പോൾ കുറച്ചും കൂടെ വലിയ ക്ലാസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതായത് ലാബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് സർക്കാരിന് എല്ലാ ചിലവും ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഫീമെയിൽ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതെല്ലാം ഹണ്ടർ കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഹണ്ടർ എന്നുള്ള കാര്യം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ ആനയെ ഹണ്ട് ചെയ്ത് കാട്ടിൽ നിന്ന് കുറേ ഹണ്ടേഴ്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ തുടക്കം മുതൽ എല്ലാം ഒന്ന് പറയാം. ചാർട്ടർ ആക്ട് അല്ലേ, ചാർട്ട് പേപ്പർ പിടിച്ചിരിക്കുന്ന ആൾ എവിടെ ഇരിക്കുന്നത്? എലിഫൻറ്റിൻ്റെ പുറത്ത്, എൽഫിൻസ്റ്റൺ റിപ്പോർട്ട്. ഇനി ഈ ചാർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലോർഡ് മെക്കോളേസ് മിനിറ്റ്സ് അല്ലേ. ഇനി ഈ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ആന എവിടെ നിന്നാണ് വന്നത്? കാട്ടിൽ നിന്നാണ് അല്ലേ, വുഡ്സ് അല്ലേ, വുഡ്സ് ഡിസ്പാച്ച്. ഇനി ഈ ആനയെ പിന്തുടർന്ന് ആര് വരുന്നുണ്ട്? ഹണ്ടേഴ്സ് വരുന്നുണ്ട്, ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും കുറച്ച് കമ്മീഷൻസും കൂടെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.